2025 സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഇല്ല എന്ന് പറയുന്നത് മോശമാണ്. അപ്പം 5 പൈസ കയ്യിൽ നിന്ന് ഇറക്കാണ്ട് എങ്ങനെ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് അത് ലൈഫ് ടൈം സബ് ഡൊമൈൻ വരെ കിട്ടുന്ന രൂപത്തിൽ ഹോസ്റ്റ് ചെയ്യാൻ വരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കോഡിംഗ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, നമ്മൾ AI കൊണ്ടാണ് പണിയെടുപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫൈനലി ഉണ്ടാക്കുന്ന വെബ്സൈറ്റിൻ്റെ ഒരു ലുക്ക് ഇത് എങ്ങനെയാണ്, അപ്പോൾ ഈ ഒരു സാധനം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് VS Code ആണ്. VS Code എന്താണെന്ന് അറിയില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ VS Codeൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയുടെ ലിങ്ക് ഇടാം, അത് കണ്ടിട്ട് ഇങ്ങോട്ട് പോയി. അപ്പോൾ നമ്മളിതിൽ ഇനി വെബ്സൈറ്റിൻ്റെ കോഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാനിവിടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ തുറന്നിരിക്കുകയാണ്. എന്നിട്ട് ഇതിനകത്ത് ഞാനൊരു ഫയൽ ഉണ്ടാക്കുകയാണ്. നമ്മൾ HTML ആണ് സാധാരണ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ index.html എന്ന സാധാരണ പേര് കൊടുക്കുക, അങ്ങനെ പേര് കൊടുക്കുകയാണ്. ഈ പേര് തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കാം. കുറച്ച് കഴിഞ്ഞ് ഇതിനെ കൊണ്ട് കാര്യമുണ്ട്, അതുകൊണ്ടാണ് index.html പേര് കൊടുത്തത്. ഇനി നമുക്ക് ഇതിനകത്ത് HTML കോഡ് ചെയ്യണം. അപ്പോൾ HTML സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട്, അതായത് കുറച്ച് സ്ട്രക്ചർ ഉണ്ട്, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്ക്ലമേഷൻ കൊടുത്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് നമ്മളെ ബോയിലർ പ്ലേറ്റ് എന്ന് വിളിക്കും. അതായത് സ്ട്രക്ചർ VS Code നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ നമ്മളിവിടെ ടൈറ്റിലായിട്ട്, അതായത് നമ്മളെ വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈറ്റ് തുറക്കുന്ന സമയത്ത് നമ്മളെ ബ്രൗസറിൻ്റെ ടാബിൻ്റെ മേലെ കാണിക്കുന്നതും അതേപോലെ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ കാണിക്കുന്നതൊക്കെ ഈ ടൈറ്റിലാണ്. അപ്പോൾ ഈ ടൈറ്റിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളെ നെയിം കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അലക്സ് എന്ന് കൊടുക്കണം വിചാരിച്ചു, അലക്സ് എന്ന് കൊടുക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റിക് HTML കോഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിനകത്ത് നമുക്ക് അങ്ങനെ എന്ത് ചെയ്യുക, H1 ഇട്ടിട്ട് ഹലോ വേൾഡ് എന്ന് കൊടുക്കാം. എല്ലാം സേവ് ചെയ്തു. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇത് ബ്രൗസറിൽ കാണണം. ബ്രൗസറിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ VS Codeനകത്ത് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. എക്സ്റ്റൻഷൻ്റെ പേര് ലൈവ് സർവർ എന്നാണ്. ഇപ്പോൾ നിങ്ങൾ എക്സ്റ്റൻഷനിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ലൈവ് സർവർ എന്നാണ്. ഈ ലൈവ് സർവർ എന്നുള്ള എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്ത് ഗോ ലൈവ് എന്ന് കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റ് ബ്രൗസറിനകത്ത് ഓപ്പൺ ആയി വരും. അപ്പോൾ റൈറ്റിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, ലെഫ്റ്റിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ കോഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഇതിനെ സ്റ്റൈൽ ചെയ്യണം. സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് CSS ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് കുറച്ചും കൂടെ മോഡേൺ ആയിട്ട് നമുക്ക് Tailwind CSS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈബ്രറി ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് സ്റ്റൈൽ ചെയ്യാം. പുതിയൊരു ടാബിൽ നിങ്ങൾ Tailwind CSS എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന വെബ്സൈറ്റ് Tailwind ആയിരിക്കും. അതിൽ കയറുക. അതിൽ കയറി കഴിഞ്ഞിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മെത്തേഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ പ്ലേ CD എന്ന് കാണാൻ പറ്റും. ഇൻസ്റ്റാളേഷനിൽ പ്ലേ CD എന്ന് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ഒരു സ്ക്രിപ്റ്റ് ടാഗ് കാണാൻ പറ്റും. ഈ ഒരു സ്ക്രിപ്റ്റ് ടാഗ് അങ്ങനെ തന്നെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മുടെ സൈറ്റിൻ്റെ കോഡിനകത്ത് ഈ ഒരു മെറ്റാ ടാഗ് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തേക്കും. അപ്പോൾ ക്ലോസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ നേരത്തെ ഹലോ വേൾഡ് വലിയ H1 ടെക്സ്റ്റ് ആയിട്ടായിരുന്നു. ഇപ്പോൾ ആ സ്റ്റൈലൊക്കെ പോയിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? Tailwind ആഡ് ചെയ്ത് കഴിഞ്ഞാൽ Tailwind ഡീഫോൾട്ട് ആയിട്ടുള്ള സ്റ്റൈലിംഗ് മൊത്തം കളയും. അപ്പോൾ Tailwind എന്താണെന്ന് അറിയില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ Tailwind വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇത് മാനുവലി നമുക്ക് കോഡ് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ചും കൂടെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ AI ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിനെ നമ്മൾ കോഡ് ചെയ്യിപ്പിക്കണം. അതായത് ഇതിൻ്റെ കോഡ് ഞാൻ കോപ്പി ചെയ്യണേ. കോപ്പി ചെയ്തിട്ട് നിങ്ങൾ പുതിയൊരു ടാബിൽ Claude.ai എന്ന് ടൈപ്പ് ചെയ്യാം. Claude എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT പോലെ തന്നെ വേറൊരു കമ്പനിയുടെ ടൂളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്തുള്ള മോഡൽ ChatGPTനേക്കാളും പ്രോഗ്രാമിംഗ് ടാസ്കിന് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്ലോഡിനെ പരിചയപ്പെടുന്നത്. എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അക്കൗണ്ട് വെച്ച് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോ പ്ലാനിൻ്റെ ഒരു പ്രോംപ്റ്റൊക്കെ കാണാം. നമുക്ക് പ്രോ പ്ലാനൊന്നും ആവശ്യമില്ല, ഫ്രീ പ്ലാൻ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കണ്ടിന്യൂ വിത്ത് ഫ്രീ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പേര് ചോദിക്കും. ഇപ്പോൾ ഞാൻ കോഡ് സ്കൂൾ എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ സെൻഡ് കൊടുക്കുകയാണ്. ടെക്നോളജി കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കാം. നമ്മുടെ ക്ലോഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി ക്ലോഡിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാം? തൽക്കാലത്തേക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് കോഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പം നമ്മളിത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാണ്. അപ്പം കോഡ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ താഴെ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഈ പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ക്ലോഡിനോട് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആണ്, പിന്നെ നമ്മളെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റിൻ്റെ കോഡാണ് മേലെ തന്നിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കണ്ടന്റും സാധനങ്ങളൊക്കെ ഡമ്മി ആയിട്ട് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോംപ്റ്റ് ഞാൻ താഴെ കമൻറ്റിൽ ഇടാം. എന്നിട്ട് നമ്മളിത് ക്ലോഡിന് കൊടുക്കും. അപ്പോൾ ക്ലോഡ് നമുക്ക് വേണ്ടിയിട്ട് HTML കോഡ് ജനറേറ്റ് ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ക്ലോഡ് നമുക്ക് വേണ്ടി കോഡ് ജനറേറ്റ് ചെയ്തപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആവാത്തതിൻ്റെ റീസൺ എന്താ വെച്ചാൽ മെസ്സേജിന് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രോംപ്റ്റിനകത്ത് കണ്ടിന്യൂ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ
ക്ലോഡ് അതിൻ്റെ ബാക്കി നമുക്ക് തന്നോളും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ക്ലോഡിന് ഒരു മെസ്സേജിനകത്ത് ജനറേറ്റ് ചെയ്യാനുള്ള ടെക്സ്റ്റിന് ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് നിൽക്കണത്. അപ്പോൾ നിങ്ങൾ വീണ്ടും കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കോഡ് നിങ്ങൾക്ക് ബാക്കി കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഇവിടെ കണ്ടിന്യൂ കൊടുത്ത് എൻ്റർ കൊടുത്താൽ മതി. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എററാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള കോഡ് ഒന്ന് കോപ്പി ചെയ്യാം കേട്ടോ. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് അത് നമ്മളെ വെബ്സൈറ്റിൽ ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുറേ സാധനങ്ങൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതായത് പ്രൊജക്ട്സ് സെക്ഷൻ ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് എന്താണ് ആ പ്രൊജക്ട്സ് സെക്ഷൻ തൽക്കാലത്തേക്ക് അങ്ങോട്ട് ഒഴിവാക്കാണ്. പ്രൊജക്ട്സ് ഒഴിവാക്കിയിട്ട് ബാക്കി സാധനങ്ങൾ ബോഡി ഉണ്ട്, പിന്നെ HTML ആണ് കാര്യമായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതുവരെ വന്ന സാധനങ്ങൾ നമുക്കൊന്ന് നോക്കാം ജസ്റ്റ് എന്താ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ എന്തൊക്കെയോ വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുള്ള വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ എന്തൊക്കെയോ സാധനങ്ങൾ മിസ്സിംഗ് ഉണ്ട്. അതായത് പ്രൊജക്ട്സിന് സെക്ഷൻ മിസ്സിംഗ് ഉണ്ട്, പിന്നെ ഇവിടെ ഇമേജ് മിസ്സിംഗ് ഉണ്ട്, കുറച്ച് സാധനങ്ങൾ മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ ഈ മിസ്സിംഗ് ഉള്ള സാധനങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വീണ്ടും എന്ത് ചെയ്യുക, ക്ലോഡിന് തന്നെ കൊണ്ടുപോയിട്ടുള്ളൂ. അതായത് ഇതിൻ്റെ കോഡ് നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ തുറക്കുക. തുറന്നതിന് ശേഷം ഈ ഒരു ചാറ്റിനകത്ത് നിങ്ങൾ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ വീണ്ടും ലിമിറ്റ് അടിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പുതിയൊരു ചാറ്റ് സ്റ്റാർട്ട് ന്യൂ ചാറ്റ് കൊടുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്താൽ ഇത് ഒരുപാട് ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഫയലായിട്ടാണ് കാണിക്കുക. അതായത് നിങ്ങൾ പ്രോംപ്റ്റ് കൊടുക്കേണ്ടത് കംപ്ലീറ്റ് ദ കോഡ് ഓൺലി ഗിവ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ബാക്കിയായിട്ടുള്ള, അതായത് പുതുതായിട്ട് തന്ന കോഡ് മാത്രം തന്നാൽ മതി എന്നാണ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ നേരത്തെ പോലെ തന്നെ ഇത് ലിമിറ്റ് അടിക്കും. അപ്പോൾ ആ ലിമിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പുതിയ പാർട്ട് മാത്രം ചോദിക്കുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും പ്രോംപ്റ്റ് ചെയ്യുക. പ്രോംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള കോഡ് ക്ലോഡ് ജനറേറ്റ് ചെയ്തോളും. കുറച്ചേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ക്ലോഡ് നമുക്ക് ബാക്കിയുള്ള കോഡ് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കോപ്പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കോഡിൻ്റെ പാർട്ട് കോപ്പി ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്മളെ കോഡ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ക്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഈ ആയ സാധനം എന്താണെന്നുള്ളത് നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ വെബ്സൈറ്റ് തുറന്നപ്പോൾ കണ്ടോ എത്ര അടിപൊളിയായിട്ടാണ് ഇതിനകത്ത് സ്ക്രോൾ ചെയ്യാനുള്ളതും അതേപോലെ തന്നെ ടൈപ്പിംഗ് ആനിമേഷനൊക്കെ ഉണ്ട്. നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണ്. ഇവിടെ ഇമേജ് മിസ്സിംഗ് ഉണ്ട്. ഇമേജ് നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്യാത്തതുകൊണ്ടാണ്. കണ്ടോ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ചിട്ട് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ കണ്ടോ കോൺടാക്റ്റ് ഫോം അടക്കം ഉണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രൗസർ ചെറുതാക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ റെസ്പോൺസീവ് ആണ്. അപ്പം അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെറ്റ് ചെയ്തു. ഇതിനകത്ത് തന്നെ നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്താ, ഇവിടെ നിങ്ങളെ പേര് കൊടുക്കുക എന്നുള്ളത്, നിങ്ങളെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തായിട്ട് ചെറിയൊരു ടീക്ക് വരുത്താം. അതായത് നമ്മൾ വെബ്സൈറ്റിൻ്റെ മേലെ കാണുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇവിടെ ഒരു ഐക്കൺ കാണുന്നില്ലേ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ മൊബൈലിൽ കാണുമ്പോൾ ചിലപ്പം പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നമ്മൾ സൈറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കൺ ഇല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചിൽ നമുക്കത് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഐക്കൺ നമ്മൾ ഫേവ് ഐക്കൺ എന്നാണ് വിളിക്കുക. അപ്പോൾ ഫേവ് ഐക്കൺ നമുക്ക് എങ്ങനെ ഈ സൈറ്റിലേക്ക് നമ്മുടെ സൈറ്റിലേക്ക് ആഡ് ചെയ്യാൻ നോക്കാം. അത് നിങ്ങൾ ഇവിടെ പോയിട്ട് ഫേവ് ഐക്കൺ ജനറേറ്ററിന് ജസ്റ്റ് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ തന്നെ favicon.io എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അലക്സ ആയതുകൊണ്ട് ഞാൻ എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് കളറും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാം. അപ്പം ഇവിടെ ഇപ്പം ഇങ്ങനെയാണ് ടെക്സ്റ്റ് കിടക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് പർപ്പിൾ ആക്കാം. നമ്മളെ ടോട്ടൽ സാധനം ഒരു പർപ്പിൾ വൈബ് ആണല്ലോ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഫോണ്ട് ഫാമിലി ഒന്ന് മാറ്റാം. ഫോണ്ട് ഫാമിലി പല ഫോണുണ്ട്. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫോൺ എടുക്കാം. ഏറ്റവും കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോൺ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇൻ്റർ എന്നുള്ള ഫോണുണ്ട്. ജസ്റ്റ് തൽക്കാലത്തേക്ക് ഇത്രേ കൊടുക്കണുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സിപ്പ് ഫയലാണ് കിട്ടുക. ആ സിപ്പ് ഫയലിനകത്ത് ഇത്രയും ഫയൽസ് ഉണ്ടാവും. ഇതിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട്, അതായത് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് എക്സ്ട്രാക്ട് എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ഇത്രയും സാധനങ്ങൾ ഈ about.txt വേണ്ട, ബാക്കിയുള്ള ഇത്രയും സാധനങ്ങൾ നമ്മുടെ സൈറ്റിൻ്റെ ആ ഒരു ഫോൾഡറിലേക്ക് ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇവിടെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അതിനുശേഷം ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു സാധനം കാണാൻ പറ്റും. ഇവിടെ ഈ കോപ്പി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കോപ്പി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സൈറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഹെഡ് പാർട്ട് കാണാൻ പറ്റും. കുറേ മെറ്റാ ടാഗൊക്കെ ഉള്ളത്. അതിൽ രണ്ടാമത്തെ മെറ്റാ ടാഗ് കഴിഞ്ഞിട്ട് നേരത്തെ കോപ്പി ചെയ്ത സാധനം പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണാം അലക്സിൻ്റെ കണ്ടോ വെബ്സൈറ്റിൻ്റെ ഇവിടെ ഐക്കൺ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫേവ് ഐക്കൺ എന്ന് വിളിക്കുന്ന സാധനം. ഓക്കെ, നമ്മളെ വെബ്സൈറ്റ് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആകെ മിസ്സിംഗ് ഉള്ള സാധനം നമ്മളൊരു ഇമേജ് മാത്രമാണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സാമ്പിൾ ഇമേജ് എടുക്കാം കേട്ടോ. ഈ ഇമേജ് നമുക്ക് നമ്മുടെ സൈറ്റിലേക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. സേവ് ഇമേജ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൈറ്റിലേക്ക് ആഡ് ചെയ്യാം. ആ ഇമേജിനെ ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഫൈൽ എന്ന് കൊടുക്കാം കേട്ടോ. profile.jpg എന്നാണ് എൻ്റെ പേര്. നിങ്ങളെ എങ്ങനെയാണുള്ളത്, .png ആണ്, PNG എങ്ങനെയായാലും കുഴപ്പമില്ല. അതിവിടെ കൊടുത്തു. ഇനി നമുക്ക് ആ ഇമേജിനെ കൊടുക്കണം. ആ ഇമേജ് എവിടെ കിടക്കുന്നത് നമുക്ക് നോക്കണം. അപ്പം എബൌട്ട് സെക്ഷനകത്താണ് ഇമേജ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കോഡിനകത്ത്
താഴത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എബൌട്ട് സെക്ഷൻ കാണാം. എബൌട്ട് സെക്ഷനകത്ത് ഇങ്ങനെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇമേജ് കാണാം. ഈ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉള്ളത് SRC മാറ്റിയിട്ട് ഈ ഫയലിൻ്റെ പേര് profile.jpg ആക്കിയാൽ മതി. profile.jpg കൊടുക്കാം. തുറന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ ഇമേജ് കിടക്കുന്നുണ്ട്. ഇമേജ് മേലോട്ടായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ക്രോപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടെ സെറ്റ് ചെയ്താലേ ഈ ഒരു സൈസിങ്ങിൽ കിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ വെബ്സൈറ്റിൻ്റെ കോഡ് സെറ്റ് ചെയ്തു. അതും 5 പൈസ ചിലവില്ലാണ്ട് നമ്മൾ AI കൊണ്ട് കോഡ് ചെയ്യിപ്പിച്ചു. നിങ്ങൾ കോഡിങ്ങിൻ്റെ ഒരു തേങ്ങാക്കൊല അറിഞ്ഞില്ലെങ്കിലും ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ലേ. ഇനി ഈ സെറ്റ് ചെയ്ത സാധനം നമുക്ക് വെബ്സൈറ്റ് ആക്കി മാറ്റണം. അതായത് ഇപ്പം കിടക്കുന്ന ഈ ഒരു ലിങ്ക് ഞാൻ ആർക്കെങ്കിലും അയച്ചു കൊടുത്താൽ ഞാൻ അയാൾക്ക് നമ്മുടെ വെബ്സൈറ്റ് കാണാൻ പറ്റില്ല. കാര്യം ഇത് നമ്മുടെ സിസ്റ്റത്തിനകത്താണുള്ളത്. ഇത് കോമൺ ആയിട്ട് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സർവീസ് ഉണ്ട്. നിങ്ങൾ പുതിയൊരു ടാബ് തുറന്നിട്ട് netlify.com എന്നുള്ള ഒരു വെബ്സൈറ്റ് കയറാം. എന്നിട്ട് ഇതിൽ സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുത്തതിന് ശേഷം സൈനപ്പ് വിത്ത് ഇമെയിൽ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇമെയിൽ ID കൊടുക്കുക. പാസ്വേഡ് നിങ്ങൾ എന്തെങ്കിലും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. അപ്പം ഇമെയിൽ ID പാസ്വേഡ് കൊടുത്തതിന് ശേഷം സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് നെറ്റ്ലിഫൈ എന്നൊരു മെയിൽ വന്നിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയാണ് ആ ഇമെയിൽ ഉണ്ടാവും. അതിൽ വെരിഫൈ ഇമെയിൽ കൊടുത്തിട്ട് നിങ്ങൾ ഇമെയിൽ വെരിഫൈ ചെയ്തതിന് ശേഷം ലോഗിൻ വിത്ത് ഇമെയിലിൽ നിങ്ങൾ ഇമെയിൽ ID-യും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ്ലിഫൈയിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഇനീഷ്യൽ ഡിപ്ലോയ്മെൻറ്റ് സ്ക്രീനാണ് കാണിക്കാം. പക്ഷേ ഞാനിവിടെ ഓൾറെഡി ഒരു പ്രോജക്റ്റ് ചെയ്തതുകൊണ്ട് എനിക്കിവിടെ ആ ഒരു സാധനം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിൽ പുതിയൊരു സൈറ്റ് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ന്യൂ സൈറ്റ് കൊടുക്കുക. എന്നിട്ട് ഡിപ്ലോയ് മാനുവലി സെലക്ട് ചെയ്യാം. ഓക്കെ, ഡിപ്ലോയ് മാനുവലി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ എത്തും. ചിലപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് വരുന്ന സമയത്ത് ഡീഫോൾട്ടായിട്ട് ഈ ഒരു സ്ക്രീനിലേക്കായിരിക്കും വരാം. ഇതിലിനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റിൻ്റെ കോഡ് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. അതായത് നിങ്ങളെ നേരത്തെ HTML കോഡ് കിടക്കുന്ന ഫോൾഡർ തുറക്കണം. അതിന് നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് റിവീൽ ഇൻ ഫയൽ എക്സ്പ്ലോറർ കൊടുക്കാം. നിങ്ങളതിനകത്ത് അപ്പോൾ ഫയൽസിൽ തുറന്നു വരും. ഫയൽസിനകത്ത് ഇത് ഒരു ഫോൾഡറല്ല, ഇതിൻ്റെ പുറത്തുള്ള ഈ ഫോൾഡർ ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് കാണാം ആ പോർട്ട്ഫോളിയോ എന്നുള്ള ഫോൾഡർ കിടക്കുന്നുണ്ട്. ഈ ഫോൾഡറിന് ഇതിനകത്താണ് നമ്മുടെ സൈറ്റിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഈ സാധനത്തിനെ സെലക്ട് ചെയ്തിട്ട് ഈ ഫോൾഡറിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫയൽസ് അപ്ലോഡ് ആവാണ്. നിങ്ങളെ ഇമേജുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മളെ സൈറ്റ് ഡിപ്ലോയ് ആയിട്ടുണ്ട്. പക്ഷേ ആ സൈറ്റിൻ്റെ ലിങ്ക് കുറച്ചൊരു തലതിരിഞ്ഞ ലിങ്ക് ആയിരിക്കും. ആ ലിങ്ക് ഒന്ന് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഓപ്ഷൻസ് കൊടുക്കാം. എന്നിട്ട് ഡിപ്ലോയ് സെറ്റിംഗ്സിലേക്ക് പോകാം. ഡിപ്ലോയ് സെറ്റിംഗ്സിനകത്ത് ഇവിടെ സൈറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് സൈറ്റ് നെയിം ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള നെയിം. അത് നമുക്ക് മാറ്റണം. മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഞാൻ അലക്സ് എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങളെ പേര് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. ഇത് ആരെങ്കിലും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം കിട്ടും. ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇത് ആരെങ്കിലും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അലക്സ് എന്നുള്ള കൊടുക്കാൻ ഇപ്പം നടക്കും തോന്നണില്ല. അപ്പോൾ അതിന് പകരം നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് കോഡ് സ്കൂൾ മലയാളം തന്നെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് സേവ് കൊടുക്കണേ. സേവ് കൊടുത്തപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അതായത് കോഡ് സ്കൂൾ മലയാളം .netlify.app എന്നുള്ള ലിങ്ക് നമ്മുടെ വെബ്സൈറ്റ് ഡിപ്ലോയ് ആയിട്ടിട്ട് നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ വെബ്സൈറ്റ് ലോഡായി വരുന്നുണ്ട്. ഈ വെബ്സൈറ്റിൻ്റെ പ്രത്യേകത ഇത് ഡിപ്ലോയിഡ് വെബ്സൈറ്റ് ആണ്. അതായത് ഡിപ്ലോയ് ചെയ്ത വെബ്സൈറ്റ് ആണ്. ഇത് ആർക്കാണെങ്കിലും നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ 5 പൈസ ചിലവിലാണ് നമ്മൾ എന്ത് ചെയ്തു, സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്ലോയ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ നീഡ് ടു അപ്ഡേറ്റ് യുവർ സൈറ്റിൽ ഇവിടത്തേക്ക് നമ്മൾ നേരത്തെ കോഡ് ചേഞ്ച് ചെയ്ത ആ ഒരു ഫോൾഡർ വീണ്ടും നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അധികം കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമ്മളൊരു അടിപൊളിയായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇനി ഈ വെബ്സൈറ്റിനകത്ത് നമുക്ക് ഇനി എക്സ്ട്രാ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്ന ഉള്ളതുകൊണ്ട് ഞാൻ അതിപ്പോൾ പറയണില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് താഴെ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാം. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കുറച്ച് പോർട്ട്ഫോളിയോസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ റിവ്യൂ ചെയ്യാം. ഓക്കെ.